ഹായ് ഫ്രണ്ട്സ്, പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു വ്യത്യസ്ത വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കുറച്ച് ദിവസങ്ങളായി നമ്മൾ കൽപ്പാത്തി രഥോത്സവവും കൽപ്പാത്തി പുഴയുടെ ഓരത്തുള്ള വ്യത്യസ്ത സംസ്കാരങ്ങളെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും മറ്റൊരു വ്യത്യസ്ത വ്യക്തിയെ പരിചയപ്പെടുന്നതിനാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ തുടക്കമിടുന്നത്. മറ്റാരുമല്ല, കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന അഗ്രഹാരങ്ങൾക്ക് നടുവിലായി ഒരു പൊന്നുമാമി എന്നറിയപ്പെടുന്ന ഒരു മാന്യദേഹമുണ്ട്. പൊന്നുമാമി അച്ചാറുകൾ കൊണ്ട് പ്രശസ്തിയാണ്. പൊന്നുമാമി അച്ചാർ. ആ പൊന്നുമാമിയെ ഒന്ന് പരിചയപ്പെടുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ രാവിലെ കൽപ്പാത്തി പുഴയോരത്ത് കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ഇടവേളകളിൽ ഞങ്ങൾ അവിടേക്ക് എത്തിയത്. കൽപ്പാത്തി പുഴയോരത്ത് ഞങ്ങൾ ക്ഷേത്രോത്സവങ്ങളിലെ ചില കാഴ്ചകളുമൊക്കെ വിശദമായി കണ്ട് പകർത്തിയതിനു ശേഷം ഞങ്ങൾ രഥം ഉരുണ്ടു തുടങ്ങുന്നതിന് മുമ്പ് ഈ പൊന്നുമാമിയെ തേടി യാത്രയാവുകയാണ്. കുറേ അഗ്രഹാരങ്ങൾ പിന്നിട്ടപ്പോഴാണ് പൊന്നുമാമിയെക്കുറിച്ച് ആളുകൾ നമ്മളോട് പറഞ്ഞു തന്നത്. പല അഗ്രഹാരങ്ങളും ഞങ്ങൾ നോക്കി, ഇതായിരിക്കും പൊന്നുമാമിയുടെ അഗ്രഹാരമെന്ന്. എന്നാൽ അതൊന്നും ആയിരുന്നില്ല. ഇതൊക്കെ ഒരുവിധം സൗകര്യങ്ങളുള്ള അഗ്രഹാരങ്ങളാണ്. വീണ്ടും ഞങ്ങൾ കുറച്ചുകൂടി മുമ്പോട്ട് നടന്നപ്പോൾ മറ്റൊരു അഗ്രഹാരം കണ്ടു. അവിടെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അതുമല്ല, അവിടവും വിട്ട് ഞങ്ങൾ കുറച്ചുകൂടി ചില കാഴ്ചകളുമൊക്കെ കണ്ട് ഞാനും പങ്കാളിയും അങ്ങനെ നടക്കുമ്പോഴാണ് ഒരു അഗ്രഹാരത്തിൻ്റെ മുൻപിൽ തന്നെ പൊന്നുമാമി അച്ചാർ എന്ന് പ്രത്യേകം രേഖപ്പെടുത്തി പൊന്നുമാമിയുടെ ഫോട്ടോയും ഉൾപ്പെടെ അച്ചാറിൻ്റെ ഫോട്ടോയും ഉൾപ്പെടെ എഴുതി വച്ചിരിക്കുന്നു. ഇതാണ് പൊന്നുമാമി അച്ചാർ, പൊന്നുമാമിയുടെ അഗ്രഹാരം. പങ്കാളിക്ക് ഒരുപാട് ഇഷ്ടമായി. അദ്ദേഹം വാതിൽപ്പടിയിൽക്കൽ നിന്ന് തന്നെ മറ്റു കാര്യങ്ങൾ തിരക്കുകയാണ്. എനിക്കും വലിയ സമാധാനമായി. ഓരോരുത്തരും ഇഷ്ടം പോലെ ആളുകൾ മെല്ലെ മെല്ലെ ഈ പൊന്നുമാമി അച്ചാറിനായി വന്നുകൊണ്ടിരിക്കുന്നു. പൊന്നുമാമി അച്ചാർ ഇവിടെ യഥേഷ്ടം വിൽക്കപ്പെടുന്നു. അത്രയ്ക്ക് പേര് കേട്ട അച്ചാറാണ് പൊന്നുമാമി അച്ചാർ. കൽപ്പാത്തി രഥോത്സവത്തിന് വരുന്ന ഒരുപാട് ആളുകൾ പൊന്നുമാമി അച്ചാറുകൾ വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് പോകുന്നു. ഞങ്ങളങ്ങനെ മെല്ലെ അകത്തേക്ക് കയറി. അവിടെ ഒരാൾ ഇരിക്കുന്നു. അദ്ദേഹത്തെ പരിചയപ്പെടുകയാണ്. രഥോത്സവമായിട്ട് വന്നതായിരുന്നു. ഇവിടെ മാമിയുടെ അടുത്ത് ആരാപ്പോ? മാമി പയ്യൻ, അവനാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് ഏത് ക്ഷേത്രത്തിലാണ്? ഞാൻ അവിടെ പകരം ആണ്, മുട്ടുശാന്തിയായിട്ട്. അത് മാത്രമല്ല, ഹോസ്പിറ്റലൈസ്ഡ് ആക്കേണ്ടി വന്നത്. ഓ, അങ്ങനെ പൊന്നുമാമിയുടെ ഒരു മകനാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരമ്പലത്തിൽ ശാന്തിക്കാരനായി പോകുന്നു. ഇതാണ് പൊന്നുമാമി. പൊന്നുമാമിയുടെ അടുത്തേക്ക് അടുക്കാൻ നിർവാഹമില്ല. കാരണം അദ്ദേഹത്തിന് പലവിധ അസുഖങ്ങളുള്ളത് കൊണ്ട് ആരെയും സന്ദർശകരെ അനുവദിക്കുന്നില്ല. കാരണം പ്രതിരോധശേഷി വളരെ കുറവുണ്ട്. അതിനാൽ ചികിത്സയിലാണ് പൊന്നുമാമി. നല്ല പ്രായമുണ്ട്. പൊന്നുമാമിയുടെ പഴയകാല നിർമ്മിതിയാണ് ഈ അച്ചാർ സംരംഭം. അങ്ങനെ അത്രമാത്രം പേര് കേട്ട അച്ചാറുകളാണ് പൊന്നുമാമിയുടേത്. ഞങ്ങളും 1-2 പാക്കറ്റ് അച്ചാറൊക്കെ വാങ്ങി ബാഗിൽ വച്ച് ഓരോരുത്തൻ്റെയും മറ്റ് വിശേഷങ്ങളുമൊക്കെ തിരക്കി മെല്ലെ പടിയിറങ്ങാനുള്ള ശ്രമത്തിലാണ്. പത്രങ്ങളിലുമൊക്കെ ഒരുപാട് വാർത്തകൾ ഈ പൊന്നുമാമിയെക്കുറിച്ച് വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് പൊന്നുമാമിയുടെ പോസ്റ്റർ. പുറത്തിരിക്കുന്നത് പൊന്നുമാമിയൊന്നുമല്ല, അത് രഥോത്സവത്തിന് വന്നിരിക്കുന്ന അഗ്രഹാരങ്ങളിലെ മറ്റ് സന്ദർശകരാണ്. ഞാനും പങ്കാളിയും വീണ്ടും അഗ്രഹാരത്തിൻ്റെ അകത്തു നിന്ന് മെല്ലെ പുറത്തേക്കിറങ്ങി അഗ്രഹാരത്തിന് മുന്നിലൂടെ പോകുന്ന രഥോത്സവ കാഴ്ചകളിലേക്ക് വീണ്ടും ഇറങ്ങുകയാണ്. അങ്ങനെ പൊന്നുമാമിയെയും ഒക്കെ കണ്ട് വളരെ സന്തോഷമായി. നമുക്കും ഈ പൊന്നുമാമിയുടെ അച്ചാറിൻ്റെ ടേസ്റ്റുകൾ വീട്ടിൽ ചെന്ന് നോക്കാമെന്നുള്ള വിശ്വാസത്തോടെ അഗ്രഹാരങ്ങൾ പിന്നിട്ട് അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി മറ്റ് കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് പോരുകയാണ്. ഇന്നത്തെ കാഴ്ചകളിൽ ഒരുപാട് വ്യത്യസ്ത മധുരങ്ങൾ നമ്മൾക്ക് അവിടെ കാണാനായി. ഈ കാഴ്ചകളൊക്കെ നിങ്ങളുടെ നാവിൽ മധുരമൂറിക്കും എന്നുള്ളതും യാദൃശ്ചികമാണ് എന്നോണം ഞാൻ നിങ്ങളിലേക്ക് എത്തുകയാണ്.
ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പച്ചപ്പാണൻ്റെ സന്തോഷം എന്ന ചാനൽ ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. ആ കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇത്തരം വീഡിയോകൾ യഥേഷ്ടം നിങ്ങളിലേക്ക് എത്തുമെന്ന് പറഞ്ഞുകൊള്ളട്ടെ. കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ വ്യത്യസ്ത വീഡിയോകൾ നിങ്ങൾ യഥേഷ്ടം കണ്ടു കഴിഞ്ഞു. അങ്ങനെ കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ വിവിധ വർണ്ണങ്ങളും കാഴ്ചകളും വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. മറ്റ് വ്യത്യസ്ത വീഡിയോകളിലേക്ക് അടുത്ത ദിവസം എത്താമെന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദിയും നമസ്കാരവും പറഞ്ഞു നിർത്തട്ടെ. ഏവർക്കും ഗുഡ് ബൈ.